കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് എണ്ണ അടുപ്പത്ത് ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. അത് വിറകടുപ്പിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. രാവിലെ തിരക്ക് പിടിച്ച പണികൾക്കിടയിൽ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയും ഉള്ളിയും കൂടി നല്ലവണ്ണം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ വഴന്നായി. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടിയൊക്കെയാണ് ഇപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ചിക്കനും മസാലയൊക്കെ കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യുക. എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മൂടി വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കത്തിച്ചതിന് ശേഷം മൂടി തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. വിറകടുപ്പിലാവുക, കാരണം പെട്ടെന്നായി കിട്ടും. ഗ്യാസിനേക്കാളും വേഗത്തിലാവുക എനിക്ക് തോന്നുന്നത് വിറകടുപ്പിലാണെന്നാണ് തോന്നുന്നത്. ചൂടൊക്കെ കൂടുതലല്ലേ. അപ്പോൾ വീണ്ടും ഇളക്കി കൊടുത്തത് വേവ് നോക്കിയപ്പോൾ ഒരു വിധമൊക്കെ ആയ പോലെ ഉണ്ട്. അപ്പോൾ നമുക്കത് അടുപ്പത്തിന് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കൂടെ